ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ മുൻപന്തിയിലുള്ള കളിക്കാരനാണ് രോഹിത് ശർമ്മ. ഇന്ത്യയെ ICC T20 ലോകകപ്പ് കിരീടത്തിലെത്തിച്ച ക്യാപ്റ്റൻ. 2007 പ്രഥമ ICC T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലും രോഹിത് അംഗമായിരുന്നു. 2024 IPL മുൻപ് രോഹിത് ശർമ്മയെ മാറ്റി മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിരുന്നു. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഞെട്ടിച്ചെന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ 2025 IPL മെഗാ താരലേലത്തിൽ രോഹിത് മുംബൈ ഇന്ത്യൻസ് വിട്ട് പുറത്തു പോകും എന്നാണ് കരുതപ്പെടുന്നത്. മുംബൈ ഇന്ത്യൻസിൽ നിന്നിറങ്ങുന്ന രോഹിത് ശർമ്മയെ കാത്ത് വൻ ഓഫറുകളുമായി ടീമുകൾ പുറത്തുണ്ടെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് വേണ്ടി 50 കോടി രൂപ മുടക്കാൻ 2 ടീമുകൾ തയ്യാറാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. രോഹിത് ശർമ്മയെ സ്വന്തമാക്കാൻ പഞ്ചാബ് കിങ്സ് രംഗത്തുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. എന്നാൽ പഞ്ചാബ് കിങ്സ് ഉടമ പ്രീതി സിൻഡ ഇക്കാര്യം തള്ളി. എന്നാൽ ഇപ്പോൾ രംഗത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസുമാണ്. ഇരു ടീമുകളും രോഹിത്തിനെ സ്വന്തമാക്കാൻ 50 കോടി രൂപ മുടക്കാൻ തയ്യാറാണെന്നും റിപ്പോർട്ടുണ്ട്. രോഹിത് സമ്മതം മൂളിയാൽ മാത്രം മതി എന്നാണ് രോഹിത് ജുംഗ്ലാൻ എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഋഷഭ് പന്താണ് ഡൽഹി ക്യാപിറ്റലിന്റെ ക്യാപ്റ്റൻ. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ KL രാഹുലും. ഡൽഹി ക്യാപിറ്റൽസിനും ലക്നൗ സൂപ്പർ ജയൻസിനും ഇതുവരെ IPL ട്രോഫിയിൽ ചുംബിക്കാൻ സാധിച്ചിട്ടില്ല. ഡൽഹി ക്യാപിറ്റൽസ് ഫൈനലിൽ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ലക്നൌവിന് അതും സാധിച്ചിട്ടില്ല. ഋഷഭ് പന്തിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ 2025 IPL ഋഷഭ് പന്ത് ഡൽഹിയിൽ കളിക്കുമെന്നാണ് ടീമിന്റെ ഡയറക്ടർ ഓഫ് സ്പോർട്സ് സൗരവ് ഗാംഗുലി പറയുന്നത്. ലക്നൗ സൂപ്പർ ജയൻസ് ഉടമ സഞ്ജീവ് ഗൗരംഗയുമായി ക്യാപ്റ്റൻ KL രാഹുൽ അസ്വാരസ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ 2025 മെഗാലേലത്തിൽ രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്ന് പുറത്താകുമെന്നാണ് സൂചന. രോഹിത്തിനായി ഡൽഹിയും ലക്നൌവും ലേലത്തിൽ ഏറ്റുമുട്ടിയാൽ IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള താരം എന്ന ഓസീസ് പേസർ മിച്ചൽ സ്റ്റാർക്കിന്റെ റെക്കോർഡ് 2025 മെഗാലേലത്തിൽ തകർന്നേക്കും. അതേസമയം മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ സന്തുഷ്ടനല്ലെന്നാണ് വിവരം. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി തിരിച്ചെത്തിയതോടെയാണ് മുംബൈ ഇന്ത്യൻസിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2024 IPL ശേഷം രോഹിത് ടീമിൽ തുടരില്ലെന്നും കഴിഞ്ഞ സീസണിനിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. രോഹിത് മാത്രമല്ല, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ തുടങ്ങിയവരും അസംതൃപ്തരാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. IPL 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീടത്തിലെത്തിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 2013, 2015, 2017, 2019, 2020 സീസണുകളിലാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇന്ത്യൻസ് IPL കിരീടത്തിൽ മുത്തം വെച്ചത്. IPL ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ ക്യാപ്റ്റൻ എന്ന നേട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ MS ധോണിക്ക് ഒപ്പമാണ് രോഹിത് ശർമ്മ എന്നതും ശ്രദ്ധേയം. ധോണിയുടെ കീഴിൽ ചെന്നൈയും 5 IPL ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട്. IPL 257 മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറിയും 43 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 6628 റൺസും രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട്.